ഇന്ന് തയ്യാറാക്കുന്നത് പാവയ്ക്ക കൊണ്ടുള്ളൊരു തോരനാണ്. പാവയ്ക്ക കഴിക്കാത്തവർക്ക് വരെ കഴിക്കാൻ പറ്റിയ രീതിയിലാണ് ഈ തോരൻ തയ്യാറാക്കുന്നത്. ഇപ്പം ഒരു പ്രാവശ്യമൊക്കെ ചിലർക്ക് പാവയ്ക്ക കഴിക്കാൻ ശ്രമിച്ചാലും കയ്പ്പ് കാരണം കഴിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതിനുവേണ്ടി 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് 1 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ പുറമൊക്കെ ഒന്ന് ചുരണ്ടി ശേഷം ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞു വയ്ക്കുക. ഇനി നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുകും ഉഴുന്ന് പരിപ്പും ഇതിനകത്തൊന്ന് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പാവയ്ക്കയും ക്യാരറ്റിനും കൂടെ ഒരുമിച്ച് ഇതിനകത്തൊന്ന് ചേർത്തൊന്ന് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ 2-3 പ്രാവശ്യം ഒന്ന് ഇതേപോലെ അടച്ചു വെച്ച് തുറന്ന് നോക്കി ഒന്ന് വേവിച്ചെടുക്കണം. അതായത് 2-3 പ്രാവശ്യം ഇതൊന്ന് ചെയ്യണം കേട്ടോ ഇടയ്ക്ക്, അല്ലെങ്കിൽ അടിയിൽ ചിലപ്പം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നന്നായിട്ട് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി അതിനകത്തോട്ട് നമ്മൾ വേവിച്ച പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് തരം പരിപ്പായാലും വേവിച്ചിട്ട് ഇതേപോലെ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് ഇതേപോലെ ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കുക. ഇനി 1 പിടി തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരമുറി സവാള വലുതായിട്ട് അരിഞ്ഞതിനകത്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതെല്ലാം ഒന്ന് തട്ടിപ്പൊത്തി 1-2 മിനിറ്റ് ഒന്ന് ആവി കയറാനായിട്ടൊന്ന് അടച്ചു വയ്ക്കുകയാണ്. നമുക്ക് ആ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവയ്ക്ക തോരനാണ്. ഇതേപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യങ്ങൾ തയ്യാറാക്കി നോക്കാനായിട്ട് മറക്കരുത്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ടൊക്കെ ഈ നൊയമ്പിൻ്റെ സമയത്തൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്കയാണ്. പാവയ്ക്ക കഴിക്കാത്തവർക്ക്, അതേപോലെ കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ടൊക്കെ മടിയുള്ളവരുണ്ടാകുമല്ലോ, അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ പാവയ്ക്കയുടെ കയ്പ്പ് കുറയാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒരു അരമണിക്കൂറൊന്ന് നമുക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി കഴിയുമ്പം കുറച്ചുകൂടെ പാവയ്ക്കയുടെ കയ്പ്പൊക്കെ ഒന്ന് കുറയും. പക്ഷേ ഞാൻ അങ്ങനെ ഇതിനകത്ത് ചെയ്തിട്ടില്ല. ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ചേർത്ത് നമ്മൾ എടുക്കുന്നതുകൊണ്ട് പാവയ്ക്കയ്ക്ക് അത്ര കയ്പ്പ് തോന്നത്തില്ല. അന്നേരം ഇതേപോലത്തെ റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കരുത്. അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം.